കൃത്യസമയത്ത് സൂക്ഷ്മമൂലകങ്ങളും പോഷകവളങ്ങളും കൂടിച്ചേർന്നപ്പോൾ അന്തിക്കാട്ടെ ശ്രീരാമൻചിറ പാടത്തെ 14 ഏക്കറിൽ വിളഞ്ഞത് 100 ടണ്ണോളം തണ്ണിമത്തൻ. അതിൽ 1 ടണ്ണോളം നല്ല മധുരമുള്ള വിലയേറിയ മഞ്ഞ തണ്ണിമത്തനും. ഈ വിജയത്തിൻ്റെ ചൂടുപിടിച്ച് അടുത്ത സീസണിൽ കൂടുതൽ പ്രദേശത്ത് തണ്ണിമത്തനുകൾ വിളയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ കർഷകർ. വിണ്ടുകീറുന്ന വേനലിൽ ദാഹമകറ്റാൻ തണ്ണീർക്കുടങ്ങളും പേറി വിശാലമായ ഒരു പാടശേഖരം. തൃശൂർ അന്തിക്കാട് ബ്ലോക്കിൽ ശ്രീരാമൻചിറയിലാണ് കണ്ണിനും കരളിനും കുളിർമയേകുന്ന വിശാലമായ ഈ പാടശേഖരം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഈ പ്രദേശത്ത് കാർഷിക മേഖലയിൽ സജീവമായ VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിലാണ് കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ കഴിഞ്ഞ 3 വർഷമായി ശാസ്ത്രീയമായി കൃത്യതാ കൃഷി രീതിയിൽ തണ്ണിമത്തൻ വിളയിച്ചു വരുന്നത്. ഇത് കണ്ട് ഇതിപ്പോൾ ഒരു 4-4.5 കിലോ വെയിറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ സാധനം 4 കിലോ എന്തായാലും ഉണ്ടാവും. ഏവറേജ് 3 കിലോ 3.5 കിലോ 4 കിലോ വീതം വെയിറ്റ് ഉണ്ടാവുന്നതാണ്. നല്ല രുചിയാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ സഹായത്തോടെ ശാസ്ത്രീയമായി കൃത്യതാ കൃഷി രീതിയാണ് ഇവിടെ അനുവർത്തിച്ചത്. പദ്ധതിയുടെ ഭാഗമായി താന്യം അന്തിക്കാട് കൃഷിഭവനുകളിൽ നിന്നും ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിനായി 1,23,760 രൂപയുടെ സാമ്പത്തിക സഹായമാണ് നൽകിയത്. 3 വർഷമായി തുടരുന്ന തണ്ണിമത്തൻ കൃഷിയിൽ ഓരോ വർഷവും നേരിട്ട പ്രതിസന്ധികൾ വിജയകരമായി തരണം ചെയ്യാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കൃഷി ചെയ്തപ്പോൾ ഞങ്ങളുടെ കായ്ക്ക് ഇത്രയും വലിപ്പം കുറഞ്ഞു പോയി. അതെന്തോ ഞങ്ങൾ എന്ത് സംഭവിച്ചു പിന്നെ അത് മനസ്സിലായി. കാരണം കഴിഞ്ഞ കൊല്ലത്തെ 2ാം വർഷം വിളവെടുത്തപ്പോൾ ഞങ്ങൾക്ക് 4-5 കിലോനൊക്കെ ഉണ്ടാവുന്ന 2.5 കിലോ ഒക്കെ വന്നുള്ളൂ. 3 കിലോക്ക് മാക്സിമം വന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ കുറച്ച് ഒരു പ്രശ്നമുണ്ടായി. ആദ്യത്തെ കൊല്ലം ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ വിത്തിട്ടപ്പോൾ വിത്ത് ഞങ്ങളൊരു മുളച്ചു വരാൻ ഇതിൽ 40% വിത്തുകൾ മുളയ്ക്കാണ്ട് വന്നു. അപ്പോഴും ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ പ്രൊഡക്ഷനെ ബാധിച്ചു. ഇത്തവണ അതൊക്കെ മറികടന്നുകൊണ്ട് ഞങ്ങളിത് വന്നപ്പോൾ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് യെല്ലോ കളറ് തണ്ണിമത്തനും പിന്നെ റെഡ് കളർ തണ്ണിമത്തനാണ്. ഈ മുക്കാസ എന്ന് പറയുന്ന വെറൈറ്റി അത് ഞങ്ങൾ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അവരുടെ തന്നെ ഒരു യെല്ലോ പിന്നെ പഞ്ച് എന്ന് പറയുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തണ്ണിമത്തുണ്ട്. അത് 4.5 കിലോ ഒക്കെ വരുന്നുണ്ട് ഒരെണ്ണം വെച്ച് വരുമ്പോൾ. പക്ഷേ അതിൽ എണ്ണം കുറവാണ്, കായ എണ്ണം കൂടാ. പക്ഷേ ഈ ഒരു കേട് മീൻസ് ഈ വെള്ളക്കെട്ടുണ്ടായപ്പോൾ അതിൻ്റെ ഈ സ്കിന്ന് ഇതിനേക്കാളും തിന്നാണ് ഒരു കട്ടി വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതിന് ഈ ചീച്ചലടിയിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു അവിടെ അഴുകും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ അസുഖങ്ങളൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ മഴ പെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ തണ്ണിമത്തന് ഒരിക്കലും മഴ പെയ്ത മണ്ണ് നന്നായി ഈർപ്പം വന്നാൽ അതിൽ നിന്നൊരു വണ്ട് വന്ന് കുത്തുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇത്തവണ ഞങ്ങൾ ഈ തണ്ണിമത്തനെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ യെല്ലോയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അപ്പോൾ അടുത്ത പോലെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ തണ്ണിമത്തൻ്റെ ഈ ബണ്ടിൻ്റെ ഇടയിൽ ഈ വൈക്കോല് വിരിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. വൈക്കോല് വിരിച്ച് കഴിഞ്ഞാൽ അതിന് പൈസ ചിലവായാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇത്രയും ഈ ഉണ്ടാവുന്ന നഷ്ടം വെച്ച് നോക്കുമ്പോൾ വൈക്കോലും വെച്ച് നോക്കുമ്പോൾ അത്രയും വരുന്നില്ല നമ്മൾ നോക്കണം. അപ്പോൾ വൈക്കോല് വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ അഥവാ മഴ പെയ്താലും ഈർപ്പം നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. വൈക്കോൽ ഉണങ്ങുമ്പോൾ അത് ഇതായി പോയിക്കോളും. പിന്നെ പുല്ലിൻ്റെ ശല്യം ഉണ്ടാവില്ല. പിന്നെ ഇടയിലൊക്കെ പുല്ല് വരുമ്പോൾ നമുക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. കീട ആക്രമണത്തിനൊക്കെ ഈ പുല്ല് വലിയ പ്രശ്നമാണ്. അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ കുറച്ചും കൂടി ഇപ്പോൾ ഓരോ വർഷത്തെ അനുഭവത്തിൽ കൂടെ ഞങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരുന്നതനുസരിച്ച് ഇപ്പോൾ ഈ കൊല്ലം മുതലുള്ള പ്രശ്നം ഇവിടെ മയിലെന്ന് പറയുന്ന സാധനം ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ധാരാളം മയിലുകൾ വന്ന് ഇത് മുഴുവനും പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഈ ഗ്ലേസിംഗ് ആയിട്ടുള്ള അരങ്ങിട്ടിരിക്കുന്ന മയിൽ വരാണ്ടിരിക്കാനാണ്. ഹൈബ്രിഡ് തണ്ണിമത്തൻ വിത്തുകളാണ് അന്തിക്കാട്ട് നട്ടത്. പാടം ഉഴുത് ജനുവരിയിൽ വിത്തിട്ടു. ഡ്രിപ്പ് ലൈൻ വഴി വളവും ഡ്രോണിലൂടെ കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണ സൂക്ഷ്മമൂലകവും. അങ്ങനെ കൃത്യതാ കൃഷിയിൽ കർഷകർക്ക് കൃത്യസമയത്ത് കൃത്യമായ നിർദ്ദേശങ്ങളുമായി കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും കൂടെയുണ്ടായത് കർഷകർക്ക് കൂടുതൽ ആത്മവിശ്വാസമേകി. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എൻ്റെ സ്വന്തം പഞ്ചായത്താണ്. തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് പഞ്ചായത്ത്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. ഇതിൻ്റെ ഈ റോഡിൻ്റെ അപ്പുറം താന്യം പഞ്ചായത്താണ്. അപ്പോൾ ഇത് അന്തിക്കാട് ബ്ലോക്കിൽപ്പെടുന്ന അന്തിക്കാട് താന്യം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ ശ്രീരാമൻചിറ പാടശേഖരം എന്ന് പറയുന്ന പാടശേഖരമാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് 85 ഏക്കറാണ് ഈ ശ്രീരാമൻചിറ പാടശേഖരത്തിൽ. നെൽകൃഷിയാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത്.
ഈ നെൽകൃഷി ഒരു ഒക്ടോബർ നവംബർ മാസത്തോട് കൂടിയിട്ട് നെൽകൃഷി കൊയ്ത് കഴിഞ്ഞാൽ വെള്ളം പറ്റിയാൽ കഴിഞ്ഞ 3 കൊല്ലമായി ഞങ്ങൾ VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിലുള്ള കർഷകരുടെ ഒരു കൂട്ടായ്മ ഇവിടെ 3 കൊല്ലമായി വളരെ വിജയകരമായി ശാസ്ത്രീയമായ രീതിയിലുള്ള ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അനുസരിച്ചുള്ള ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കൊടുത്തുകൊണ്ടുള്ള ശാസ്ത്രീയമായ രീതിയിൽ 14 ഏക്കറോളം സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ നാളെ ഇതിൻ്റെ വിളവെടുപ്പ് നടക്കാൻ പോവാണ്. കഴിഞ്ഞ 3 കൊല്ലം ഇത് വളരെ ഭംഗിയായി നമ്മുടെ ഈ പ്രദേശത്ത് ഞങ്ങൾ കൃഷി നടത്തി വിജയിച്ചതാണ്. അപ്പോൾ നമ്മുടെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഹ്രസ്വകാല വിളയായിട്ട് നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിജയകരമായി ചെയ്യാവുന്ന ഒരു വിളയാണ് നമ്മുടെ ഈ തണ്ണിമത്തൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കൃഷി ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വേനൽക്കാലത്ത് തന്നെ റംസാൻ ഈ നോമ്പ് കാലവും വിഷുവിൻ്റെ സീസണും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തണ്ണിമത്തൻ കൃഷി ഇവിടെ ചെയ്യുന്നതുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഇതിൽ നമുക്ക് കിട്ടാറുണ്ട്. ഞങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. ഞങ്ങളുടെ ഉൽപ്പന്നം ഞങ്ങൾ നല്ല നിലയിൽ മാർക്കറ്റിൽ എത്തിക്കാറുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ തണ്ണിമത്തൻ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തണ്ണിമത്തനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്വീറ്റായിട്ടുള്ള തണ്ണിമത്തനാണ്. ഇപ്പോൾ ഇതിപ്പോൾ നാളെ വിളവെടുപ്പ് ആയതുകൊണ്ട് ഇന്ന് കുറേ ഞങ്ങളിപ്പോൾ പൊട്ടിച്ചിപ്പോൾ ഇത് കണ്ട് ഇതിപ്പോൾ ഒരു 4-4.5 കിലോ വെയിറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ സാധനം 4 കിലോ എന്തായാലും ഉണ്ടാവും. ഏവറേജ് 3 കിലോ 3.5 കിലോ 4 കിലോ വീതം വെയിറ്റ് ഉണ്ടാവുന്നതാണ്. നല്ല രുചിയാണ്. അതായത് നമ്മുടെ ഈ മുക്കാസ വെറൈറ്റിയിൽപ്പെട്ടൊരു തണ്ണിമത്തനായ ആണിത്. ഞങ്ങളുടെ തണ്ണിമത്തൻ ഞങ്ങൾ ലാബിലൊട്ടിച്ച് VK മോഹനൻ കാർഷിക സംസ്കൃതി ശ്രീരാമഞ്ചിറ നാടൻ തണ്ണിമത്തൻ എന്ന പേരിൽ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഞങ്ങളിത് മാർക്കറ്റിലെത്തിക്കുന്നത്. കുറഞ്ഞ കാലയളവിൽ മികച്ച വിളവ് ലഭിക്കുന്നതിന് ശരിയായ രീതിയിൽ വളപ്രയോഗവും ജലസേചനവും നടത്തേണ്ടത് തണ്ണിമത്തൻ കൃഷി വിജയത്തിന് അനിവാര്യമാണ്. അതായത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ടൈമിൽ നമ്മൾ വളവും 2 നേരം അല്ലെങ്കിൽ 3 നേരമൊക്കെ വെള്ളം കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നതിലൊക്കെ നമ്മൾ നല്ല ശ്രദ്ധ ഇല്ലെങ്കിൽ ഇതിൻ്റെ തൂക്കം കുറയും. അങ്ങനെ പല വിഷയങ്ങൾ. ഇത് ചെറിയ കായായി കഴിഞ്ഞാൽ അതിനാരും അട്രാക്ഷൻ ഇല്ലല്ലോ. ഇപ്പോൾ ഏവറേജ് ഒരു 3.5 കിലോ വരെ വരാവുന്ന രീതിയിൽ ഇത് വരണമെങ്കിൽ നമ്മുടെ ഈ 60 ദിവസക്കാലത്തെ നമ്മുടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് പറ്റിയ ടീം ഇവിടെ ഒരു 3-4 ആളുകൾ ഫുൾ ടൈം ഇതിൻ്റെ പരിചരണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ പറ്റൂ. ഏത് കൃഷിക്കുള്ളൊരു പ്രത്യേകത തന്നെയാണല്ലോ. അതുകൊണ്ട് ഇത് നമുക്ക് ഒരു വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണ് തണ്ണിമത്തൻ കൃഷി. കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം കൃഷിച്ചെലവ് കുറക്കാനും മികച്ച വിളവെടുക്കാനും സഹായകരമായി. അവിടെ നമ്മൾ സമ്പൂർണ്ണ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകങ്ങളുടെ മിശ്രിതം നമ്മൾ ഡ്രോണിലൂടെ സ്പ്രേ ചെയ്യുകയുണ്ടായി. 2 കിലോ 1 ഏക്കറിന് എന്ന തോതിലാണ് നമ്മൾ സ്പ്രേ ചെയ്തത്. 1 ഏക്കറിന് വേണ്ടി വരുന്ന ഡ്രോണിൻ്റെ വെള്ളത്തിൻ്റെ അളവ് 15 ലിറ്ററാണ്. 2 കിലോ 1 ഏക്കറിന് എന്ന തോതിൽ 15 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഡ്രോൺ സ്പ്രേ ചെയ്യുകയുണ്ടായി. അത് പൂവിടുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ സ്പ്രേ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പത്രപോഷണമായതുകൊണ്ട് തന്നെ ചെടികളത് വളരെയധികം വേഗത്തിൽ വലിച്ചെടുക്കാനും അതനുസരിച്ചിട്ടുള്ള നല്ലൊരു വളർച്ചയും അതിൽ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലകങ്ങളുടെയും ദ്വിതീയ മൂലകങ്ങളുടെയും അഭാവം നമ്മളുടെ കേരളത്തിലുള്ള മണ്ണിൽ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൃഷിരീതി അവലംബിച്ചത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം വിളവ് കൂടുതൽ കിട്ടാനായിട്ട് ഇത് സഹായകമായി. തണ്ണിമത്തൻ്റെ വലിപ്പം കൂടുന്നതിനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാരം കൂടുന്നതിനും അതനുസരിച്ചിട്ട് കർഷകർക്ക് വിളവ് കൂടുന്നതിനും ചെയ്യുന്നതിനുള്ളൊരു സാധ്യത അതിലൂടെ ഉണ്ടായി. വളരെ നല്ല രീതിയിലുള്ളൊരു വിപണന മാർഗവും സുനിൽകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലുലുവും കല്യാണും പോലെയുള്ള ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ ധാരാളമായിട്ട് അവരുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഈ കൃഷിരീതി നടന്നു പോകുന്നത്. ഇത് കേരളത്തിലുടനീളം മാതൃകയാക്കാവുന്ന ഒരു കൃഷിരീതി കൂടിയാണ്. അയൽനാടുകളിൽ നിന്നുമെത്തുന്ന തണ്ണിമത്തനെ വെല്ലുന്ന തരത്തിൽ രുചികരമായ നാടൻ തണ്ണിമത്തനുകൾ വിളയിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ. അപ്പോൾ ഇതിലുള്ള ഒരു പ്രത്യേകത ഇതിൻ്റെ രുചിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന തണ്ണിമത്തനും ഇതും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്ലേറ്റിൽ ഈ 2 തണ്ണിമത്തൻ്റെയും കഷ്ണങ്ങൾ വെച്ച് രുചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തണ്ണിമത്തൻ്റെ രുചി അത് ഗംഭീര രുചിയാണെന്ന് എല്ലാവരും പറയും. അത്ര ടേസ്റ്റിലുള്ള തണ്ണിമത്തനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ലാബിൽ നോക്കി ആളുകൾ വാങ്ങുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. നാടൻ തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് ഒട്ടേറെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് നടത്തിയത്.
കഴിഞ്ഞ 15 വർഷമായി നാടൻ ഉത്പന്നങ്ങൾ വിളയിച്ച് കാർഷിക രംഗത്ത് മുന്നേറുന്ന VK മോഹനൻ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണിതെന്ന് സംഘാടകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഞങ്ങളുടെ പരിപാടികളൊന്നാണ് ഈ ശ്രീരാമഞ്ചിറയിലെ തണ്ണിമത്തൻ കൃഷി. അതിപ്പോൾ 3 കൊല്ലമായിട്ട് വളരെ വിജയകരമായിട്ട് നടപ്പാക്കി വരുന്നതാണ്. ഇതിപ്പം 3ാമത്തെ വർഷമാണ്. അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കുറച്ചും കൂടെ വേറെയും കൂടി സ്ഥലങ്ങളിലേക്ക് ഞങ്ങളുടെ നേതൃത്വത്തിൽ നടത്താനുള്ളൊരു പരിപാടി ഇട്ടിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഇതിനിപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കാരണം അത് ചെയ്യാണ്ടിരുന്നതാണ്. എന്തായാലും അടുത്ത കൊല്ലം ഞങ്ങൾ മറ്റ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ, അതായത് മറ്റ് യൂണിറ്റുകളെയും കൂടി ഇതിൽ പ്രേരിപ്പിച്ച് രംഗത്തിറക്കി തണ്ണിമത്തൻ കൃഷിയിൽ കൊണ്ടുവരാനുള്ള പരിപാടി തയ്യാറാക്കിയിരുന്നു. കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയാണ് ഇക്കാര്യത്തിൽ ഇവർക്ക് ലഭിച്ചത്. ഈ ശ്രീരാമഞ്ചിറ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത് അന്തിക്കാടും താന്നിയും 2 പഞ്ചായത്തുകളിലായിട്ടാണ് ഈ കൃഷി ശരിക്കും ചെയ്യുന്നത്. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ പ്രിസിഷൻ മാതൃകയിലുള്ള കൃഷി രീതിയാണ്. പ്രിസിഷൻ ഫാമിംഗ് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ കൃത്യത കൃഷി പറയും. കൃത്യത കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുക, ഒരുപാട് വളം ഇടുക, അങ്ങനെ ആവശ്യത്തിലധികം ചെടിക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. മിക്കവാറും ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റണമുണ്ടാവില്ല. അപ്പോൾ കൃത്യത കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായ ഇൻപുട്ട് കൃത്യമായ അളവിൽ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കിവിടെ ഫീൽഡിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സോയിൽ മോയ്സ്ചർ കൺസേർവ് ചെയ്തിട്ടും അതുമാതിരി വീട് ഡിപ്രസ് ചെയ്തിട്ടും പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, വളവും വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വളങ്ങൾ ഡ്രിപ്പ് മുഖേന, അതായത് ജലത്തിൻ്റെ ഒപ്പം തന്നെ ഫെർട്ടിഗേഷനും കൂടി അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളാണ് ഒന്ന് നമ്മൾ ഈ കർഷകർക്ക് വേണ്ടി ഇവിടുന്ന് കൃഷി വകുപ്പിൽ നിന്ന് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യം. രണ്ടാമത് സാമ്പത്തിക സഹായങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരം സ്കീമുകളുണ്ടല്ലോ. SHMൽ RKVY സ്കീം പ്രകാരം ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിന് കർഷകർക്ക് നമുക്ക് ധനസഹായം കൊടുക്കാൻ പറ്റും. ആ രീതിയിലുള്ള സഹായവും നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലായിട്ടും നമ്മൾ ഈ കൊടുക്കുന്ന സഹായത്തിൽ ഉപരി കർഷകരുടെ ഒരു ഉത്സാഹം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒപ്പം ഓരോ കർഷകരുടെയും ആത്മാർത്ഥമായ പരിശ്രമവും പദ്ധതി വിജയകരമാക്കി. ഇവിടെ ഞങ്ങളിപ്പോൾ 3 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ തണ്ണിമത്തൻ കൃഷി ഇവിടെ ചെയ്യണം. ഇത് മുക്കാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ 3 സൈസ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം 2 ടൈപ്പുള്ളൂ, ചോപ്പിയും മഞ്ഞി. അത് മഞ്ഞ ഈ പ്രാവശ്യം നമുക്കൊരു ചെറിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ മഴ ഇതിന് വന്നു കഴിഞ്ഞാൽ മഴ കൊണ്ടാൽ ഇതിൽ അടിയിൽ ചീച്ചിൽ വരും. അങ്ങനെ കുറച്ച് ഡാമേജ് ഈ നഷ്ടം ഈ പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു ഏക്കറിന് ഒരു 60,000 റുപ്യാണ് ചിലവ് വരുന്നത്. എന്തായാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏക്കറിന് 1 ലക്ഷം രൂപ വെച്ച് കിട്ടും. അപ്പോൾ എന്തായാലും നഷ്ടം വരില്ല. ഈ തണ്ണിമത്തൻ കൃഷി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടം വരാൻ ചാൻസ് വളരെ കുറവാണ്. ലാഭം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊരു കൂട്ടായ്മയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാഭം നഷ്ടമൊന്നും നോക്കിയിട്ടല്ല. അതെ, ശ്രീരാമഞ്ചിറ പാടശേഖരം ഒരു പ്രതീകമാണ്. സ്വാശ്രയത്വത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകം. ഒപ്പം നന്മ നിറഞ്ഞ നാടൻ ഭക്ഷണം നാടിനാകെ വിളമ്പുന്ന നാളെയുടെ പ്രതീക്ഷയുമാണ് ഈ പാടശേഖരം. ഭക്ഷ്യ സ്വയം പര്യാപ്തതയൊരുക്കാൻ സജ്ജമായി മുന്നോട്ടിറങ്ങുന്നവർക്ക് താങ്ങും തണലുമായി കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കേരള കാർഷിക സർവകലാശാലയും എന്നും കർഷകർക്കൊപ്പമുണ്ടാകുമെന്നാണ് ശ്രീരാമഞ്ചിറയിലെ തണ്ണിമത്തൻ പാടങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്.